പ്രൈസ് ലോർഡ്. ഹെഡ്മിയിലുള്ള യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുടിക്കുള്ള ടിപ്പുമായിട്ടാണ്. ഞാൻ നേരത്തെ ഇട്ടതും അത് തന്നെയായിരുന്നു. എൻ്റെ അടുത്ത് നിങ്ങളിൽ പലരും ഇപ്പോൾ മെസ്സേജ് ഇട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി എന്തുകൊണ്ടാണ് ടിപ്സ് ഒന്നും അധികം ഇടാത്തത്? ആ ടിപ്സാണ് ഞങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്ക് എന്നിലുള്ള വിശ്വാസം അത് ഒരുപക്ഷെ ഒരു പരിധി വരെ എനിക്കൊരു പേടിയുമുണ്ട് അതിൽ. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളത് മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. കാരണം ഇതുവരെ ഇട്ടിട്ടുള്ള ടിപ്സിൽ ഒന്നിൽ പോലും ഒറ്റൊരു മോശമായിട്ട് കമന്റ്സ് വരാറുണ്ട്. അത് എങ്ങനെയുള്ളവർ ഇടുന്നതാണെന്ന് എനിക്കറിയാം. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റ ഒരു മെസ്സേജ് പോലും അല്ല ഒറ്റ ഒരു കമന്റ് പോലും എനിക്ക് മോശം റിസൾട്ട് ആണെന്ന് പറഞ്ഞ് വന്നിട്ടില്ല. മനഃപൂർവ്വം ഇതിനു വേണ്ടി കുറച്ചു പേരുണ്ടല്ലോ കമന്റ് ഇട്ട് നമ്മളെ കളിയാക്കാൻ വേണ്ടി, അങ്ങനെയുള്ളവരെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളവർ ഏത് ചാനലിൽ പോയാലും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും, അവരത് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ ഏതൊരു ടിപ്പ് ഇടുന്നതിന് മുമ്പും അത് അത്ര നല്ല റിസൾട്ട് കിട്ടിയവർ പറയുന്നതാണെങ്കിൽ മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. അതല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമായിരിക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് എനിക്ക് ഷെയർ ചെയ്തു തന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്ന് പറയാം, വ്യൂവർ എന്ന് പറയാം, അഞ്ജുദാസ് സനു, കുവൈറ്റിലാണ്. പുള്ളിക്കാരത്തി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടിപ്പാണിത്. മുടിയിലെ താരൻ പോവാനും മുടി വളരാനും നല്ല സിൽക്കി ആവാനും മുടി നല്ല സോഫ്റ്റ് ആവാനും ഗ്ലോ ആവാനും എല്ലാം സഹായിക്കുന്ന നല്ല ബെസ്റ്റ് ഒരു ടിപ്പാണിത്. ഇൻഗ്രീഡിയൻസും നിങ്ങളുടെ വീട്ടിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എല്ലാ വീട്ടിലും കിട്ടുന്ന ഇൻഗ്രീഡിയൻസാണ്. മെയിനായിട്ട് വേണ്ടത് കഞ്ഞിവെള്ളം. അതായത് ഇന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്നുവെങ്കിൽ ഇന്നലെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചിരിക്കണം. അതായത് ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ്. അപ്പൊ യൂസ് ചെയ്യേണ്ട വിധം പറയാം. നിങ്ങളുടെ മുടിക്ക് എത്രയുമാണോ ആവശ്യം, അതായത് മുടിയുടെ നീളം അനുസരിച്ചും മുടിയുടെ കനം അനുസരിച്ചും നിങ്ങൾക്ക് കഞ്ഞിവെള്ളം എടുക്കാം. നിങ്ങൾ കുളിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പേ അതിൽ ഉലുവാപ്പൊടി ഇട്ട് വെക്കുക. ഉലുവാപ്പൊടിക്കും അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നിങ്ങളുടെ മുടിക്ക് എത്ര വേണോ അത്ര, അതായത് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടണം. നമ്മുടെ തലയൊട്ടിയിലും മുടിയിലുമൊക്കെ തേച്ച് പിടിപ്പിക്കാനുള്ളതാണ്. എന്നിട്ട് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ തേച്ച് ശീലമുള്ളവരാണെങ്കിൽ ഇത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തലയിൽ എണ്ണ തേക്കാം, ഒരു കുഴപ്പവുമില്ല. അതിനുശേഷം ഈ പേസ്റ്റ് എന്നും പറയാം, ലിക്വിഡ് എന്നും പറയാം, ഇത് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് 20 മിനിറ്റിനും അരമണിക്കൂറിനും ഇടയ്ക്കുള്ള സമയത്ത് ഇത് നിങ്ങൾക്ക് കഴുകി കളയാം. കഴുകാൻ പ്രത്യേകിച്ച് വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പ്രത്യേകം ചോദിച്ചു ഇതിന് സ്മെല്ല് വല്ലതും ഉണ്ടോന്ന്. അപ്പോൾ അഞ്ജു പറഞ്ഞത് സ്മെല്ലൊന്നുമില്ല. അതല്ല, വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ സഹിക്കാൻ പറ്റുന്ന സ്മെല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ലേശം ഷാമ്പു യൂസ് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. അതായത് ഈ കഞ്ഞിവെള്ളത്തിൽ ഉലുവ ഇട്ടത് കൊണ്ട് തന്നെ നമ്മൾ മുടിയിൽ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ആ മെഴുക്കൊക്കെ പൊക്കോളും, ഒരു പ്രോബ്ലവും ഇല്ല. ഇനി ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ല ഒന്നിടവിട്ടാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് തലയിൽ ഭയങ്കര ചൊറിച്ചിൽ, അതായത് പേൻ കടിച്ചുള്ള ചൊറിച്ചിലല്ല, അല്ലാതെ ഭയങ്കര ചൊറിച്ചിൽ ചേച്ചി, അതിനെന്തെങ്കിലും ടിപ്പ് ഉണ്ടോന്ന്. അതിനുമുള്ള ഒരു ബെസ്റ്റ് ടിപ്പാണിത്. തലയിലെ അമിതമായ ചൊറിച്ചിൽ മാറാനും ഇത് ഏറ്റവും ബെസ്റ്റ് ആണ്. ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും യൂസ് ചെയ്യാം. ഒരു 3 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് യൂസ് ചെയ്യാം. അഞ്ചുന്റെ മോൾക്കും യൂസ് ചെയ്തിരുന്നു. മോൾക്ക് തല ചൊറിച്ചിലായിരുന്നു, അതിനുവേണ്ടിയാണ് യൂസ് ചെയ്തത്. നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സംശയമൊന്നും വരാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മറുപടി അർഹിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തരും. അതല്ല വെറും എന്താ പറയുന്നത്, ചില വീഡിയോ കേട്ടിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ചോദിക്കാൻ പറ്റാത്ത ചില ചോദ്യങ്ങൾ വരാറുണ്ട്. അതിനൊന്നും ഞാൻ മറുപടി തരത്തില്ല. ഇനിയിപ്പം കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞു, ഏത് അരിയാണ് ചേച്ചി, ഏത് ബ്രാൻഡാണ് ചേച്ചി എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ലേ. ഇനി ഉലുവാപ്പൊടി എന്ന് പറയുന്നത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണെങ്കിൽ അതെടുക്കാം, അല്ലാതെ വറക്കാതെ പൊടിച്ചു വെച്ചതാണെങ്കിൽ അതും അപ്ലൈ ചെയ്യാം. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല.
പിന്നെ ഞാൻ ഹെയർ കെയർ ടിപ്സ് ഇടുമ്പോൾ പലരുടെ ഒരു ചോദ്യമാണ്, നിങ്ങൾ ഇത്രയും ടിപ്സ് ഒക്കെ ഇട്ടിട്ട് എന്താണ് നിങ്ങൾ മുടി വളർത്താത്തത്, നിങ്ങൾക്ക് ഇത്രയും മുടിയേ ഉള്ളൂ എന്നൊക്കെ. ഞാൻ ഓൾറെഡി ഒരു വ്ളോഗിൽ അതിന്റെ റിപ്ലൈ തന്നിരുന്നു. വീണ്ടും നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കാൻ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഒന്നുകൂടി പറയുന്നു, മുടി വളർത്തണോ വേണ്ടയോ എന്നുള്ളത് അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, വ്യക്തിപരമായ തീരുമാനമാണ്. ഞാനിപ്പോൾ മുടിയുടെ ടിപ്സ് ഇടുന്നത് കൊണ്ട് ഞാൻ മുടി വളർത്തണമെന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ളവരുടെയൊക്കെ വിചാരം ഓരോ ടിവിയിലും പലയിടത്തും ഈ മുടിയുടെ ഓയിലിന്റെ ഒക്കെ പരസ്യത്തിൽ കാണിക്കുന്ന മുടിയൊക്കെ ഒറിജിനൽ ആണെന്നാണ് അവരുടെയൊക്കെ വിചാരം. കാരണം ഈ മോഡൽസ് തന്നെ അടുത്തതിൽ മോഡലായിട്ട് നിൽക്കുമ്പോൾ ഒരുപക്ഷെ ബോബ് കട്ടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റെപ്പ് കട്ടായിരിക്കും. ഇതൊന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല ഇവര് നമുക്ക് വന്ന് കമന്റ് ഇടുന്നത്. മനഃപൂർവ്വം എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കണമല്ലോ, അതിനുവേണ്ടിയാണ് ഇവർ ചോദിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ചിലരുണ്ട് ജീവിതത്തിൽ മറ്റുള്ളവരുടെ എന്ത് കണ്ടാലും അതിന്റെ നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്നവര്, അവരുടെ ജീവിതത്തിലും നെഗറ്റീവ് തന്നെ സ്പ്രെഡ് ചെയ്യുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരോട് ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആ സ്വഭാവം നിങ്ങൾക്ക് മാറ്റണം. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക, ഇത് ഞാൻ നെഗറ്റീവ് പേഴ്സൺ ആണോ പോസിറ്റീവ് പേഴ്സൺ ആണോ എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ ഒരു വ്യക്തിയെ ഇപ്പൊ മനസ്സിൽ സങ്കല്പിക്കുക, ആ വ്യക്തിയുടെ നെഗറ്റീവ് മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾക്കുള്ള ലൈഫിൽ നെഗറ്റീവ് മാത്രമാണ്. അതല്ല, ഒരു വ്യക്തിയുടെ പ്ലസ് ആണ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വരുന്നത്, ആ വ്യക്തിയുടെ പോസിറ്റീവ് സൈഡ് മാത്രമാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പോസിറ്റീവ് പേഴ്സൺ ആണ്. അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ജീവിതത്തിലാക്കിയൊന്ന് മാറ്റാൻ ശ്രമിക്കുക. അത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അത് മുമ്പോട്ട് പോകുന്തോറും അത് ഗുണമാവത്തേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലുള്ളവർക്കായാലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായാലും അത് മുമ്പോട്ട് നിങ്ങൾക്ക് ഗുണമാവത്തേ ഉള്ളൂ. സോ ഈ ടിപ്പ് പറഞ്ഞു തന്ന അഞ്ജുദാസിന് സ്പെഷ്യൽ താങ്ക്സ്. വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ നല്ല ടിപ്സ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഞാനത് വീഡിയോ ആക്കി ഇടാം, ഒരു പ്രശ്നവും. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറുപടി അർഹിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി തരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട വീഡിയോയുമായി വരാം. ബൈ. ഗോഡ് ബ്ലസ് യു.